ഹലോ ഗായ്സ് വാട്ട്സ്ആപ്പ്. ഹലോ ഗായ്സ് വാട്ട്സ്ആപ്പ്. ഞങ്ങളുടെ ലോകം എന്ന് പറയുന്ന കനാല്, ക്രീം ബണ്ണ്, പരിപ്പുവട, ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും ചിന്തിക്കാറില്ല. അതെ, ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും വിഷമിക്കാറില്ല. വിഷമങ്ങളും ദുഃഖങ്ങളും വെച്ചോണ്ട് നമുക്ക് ഒന്നും നടക്കില്ല. വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം കനാലിലെ വെള്ളത്തിൽ ഒഴുക്കി വിടും. കൊറേ കമന്റ്സ് ഒക്കെ കണ്ടു, പെണ്ണിന് പകരം പണ്ണിനെ സ്നേഹിച്ചവന്നൊക്കെ. അങ്ങനെയൊക്കെ ക്രീം ബണ്ണ ഇല്ല വേണ്ടോ അങ്ങനെ വേദനിപ്പിച്ച എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? കൊറേ ഉണ്ട്, ഇഷ്ടംപോലെ. ഒന്ന് രണ്ടെണ്ണം പറയാവോ? ഇല്ല, അത് പറയാൻ പറ്റൂല. താക്കിയിട്ടവനെ കൈ ഓങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിലുള്ള ഒരുത്തനെ ചങ്കിടിച്ച് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കണ്ടാൽ നിനക്ക് നോവില്ല. പക്ഷേ തൻ്റെ മുന്നിൽ വെച്ച് ഈ പൊരാടിമോൻ രോമത്തെ തൊട്ടാ. ഇഷ്ടമുള്ള ഒരു ഡയലോഗ് ഒന്ന് പെർഫോം ചെയ്ത് കാണട്ടെ. എന്താണ് ഈ കാറിന്റെ കഥ? മിഠായിന്ന് കരുതി കുറച്ച് ഗുളിക വാരി തിന്ന്. അപ്പൊ അന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടി അംബാസിഡറാണ് ഞങ്ങൾക്ക് കിട്ടിയ വണ്ടി. ഈ വണ്ടിയിൽ വേഗം എത്തിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ വീഡിയോയിൽ കാണില്ലായിരുന്നു. ബിരിയാണി അല്ല, ഞങ്ങൾ മന്തിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്ന ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങളിത് തിയേറ്ററും പോയിട്ടില്ല. അതെ, തിയേറ്ററിൽ പോയിട്ടില്ല ഇതുവരെ. തിയേറ്ററിൽ പോയിട്ടില്ല, മന്തി കഴിച്ചിട്ടില്ല. കടിക്ക് കടിച്ച് മുറിക്ക്. അതെ, ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നത്. ഇത്രയും നാള് കഴിക്കാൻ വേണ്ടി ഇനി കഴിക്കാലോ അല്ലേ? അരമണിക്കൂറും കൂടെ നോക്കാം, എന്നിട്ട് പോരെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ നമ്മൾ ഇന്ന് സ്റ്റുഡിയോ സെറ്റപ്പിൽ നിന്നൊക്കെ മാറി ഒരു കനാലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കനാൽ കൊണ്ട് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്, അഭിലാഷ് ആൻഡ് ലെവിൻ. ഹലോ. ഹലോ. എന്തോ ഒരു നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഉഷാറില്ലല്ലോ? ആക്ച്വലി ഇവരുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്, അതുകൊണ്ട് ഇത്ര ടെൻഷൻ. ഓക്കെ, ഈ കനാലിൻ്റെ അടുത്ത് ഇരിക്കാൻ തന്നെ മെയിൻ കാരണം നിങ്ങളുടെ വീഡിയോസിന്റെ ഒക്കെ ഒരു മെയിൻ ഫാക്ടർ കനാലാണ്. പക്ഷെ കനാലില് വെള്ളമില്ല. എപ്പോഴും വെള്ളം വറ്റിപ്പോയേ? അത് 2-3 ദിവസം മുമ്പായിട്ട് പറ്റി. 3 ദിവസമാണ് വരുവോളൂ വെള്ളം. അങ്ങനെ ഈ വെള്ളം വറ്റിയത് കൊണ്ട് ഇപ്പൊ നിങ്ങളുടെ വീഡിയോ എടുക്കലൊക്കെ മുടങ്ങിയോ? അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഏത് സാഹചര്യത്തിലും എടുക്കും. ഞങ്ങൾക്ക് അങ്ങനെ കനാലില് വെള്ളം, പിന്നെ ഞങ്ങള് ചായ കുടിക്കണതും കനാലിൽ വെച്ചിട്ടാ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തൊക്കെ ചെയ്യാറുണ്ട് കനാലില്? അല്ല, കനാലില് ഇപ്പൊ നീന്തും, കനാലില് തപസ്സിരുന്നില്ലേ? വെച്ചല്ലോ. ഞങ്ങൾ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തു. നമ്മൾ ആക്ച്വലി പല ടൈപ്പിലുള്ള DJs ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കനാലിൽ ഒരു DJ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് ഞങ്ങളുടെ ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ പലരും കമന്റ് ഇട്ടായിരുന്നു, ബ്രോ കനാലിൽ വെച്ച് DJ ചെയ്യാമെന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ഫുൾ വൈബല്ലേ, കനാലല്ലേ ഞങ്ങളുടെ ജീവിതം. അപ്പോൾ കനാലിൽ വെള്ളം വരിക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എന്നാ പറയണ ഉത്സവം പോലെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ കനാലിലെ വെള്ളം ആക്ച്വലി എവിടുന്നാ വരുന്നതെന്ന് അറിയോ? ഒരു പിടുത്തവും എങ്ങോട്ടാ പോണേന്നും അറിയില്ല, ഞങ്ങൾക്കറിയില്ല. അമ്മയ്ക്കൊക്കെ അറിയായിരിക്കും, അറിയില്ല. പക്ഷെ ഈ കനാലിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ കൊല്ലം ഫാൻസ്, ട്രിവാൻഡ്രം ഫാൻസ്, അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് കനാൽ ഫാൻസ് ആയിട്ടുണ്ട്. ആ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ്? നല്ല നല്ല കമന്റ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു എനർജി തോന്നാറുണ്ട്. നിങ്ങൾ വീഡിയോ ചെയ്യണം, നല്ല നല്ല വീഡിയോ, നിങ്ങളുടെ വീഡിയോ കാണണം, ടെൻഷനൊക്കെ മാറ്റും എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നാറുണ്ട്. വേറെ ഇപ്പം നെഗറ്റീവ് കമന്റ് കേൾക്കുമ്പോൾ ഒന്നും തോന്നാറില്ല. നോക്കാറുണ്ടോ? എല്ലാ കമന്റും ഞാൻ വായിക്കാറില്ല, ചിലതൊക്കെ മാത്രമേ വായിക്കാറുള്ളൂ. കനാലിരുന്ന് ആദ്യമായിട്ട് കഴിച്ച ഫുഡ് ഏതാ? നമ്മൾ ആദ്യമായിട്ട് കഴിച്ച പച്ചമാങ്ങ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യം വൈറലായത്. അതെ അതെ, അത് ആദ്യം അല്ല, അത് ഒത്തിരി പണ്ടത്തെ ആയിരുന്നു. പിന്നീട് ഇപ്പോഴാണ് കനാലിലെ വീഡിയോ വൈറലായത്. ഇപ്പൊ നിങ്ങള് മനഃപൂർവ്വം വന്ന് കനാലിരുന്ന് വീഡിയോ എടുക്കുന്നതാണോ? അല്ല, ഞങ്ങക്ക് ഇങ്ങനെ തോന്നും.
അങ്ങനെ ഞങ്ങൾക്ക് തോന്നും, ഞങ്ങൾക്ക് കനാലിൽ വെച്ച് വീഡിയോ ചെയ്യാനൊക്കെ തോന്നും. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ വിഷസ് ഒക്കെ ഇവിടെ വെച്ചാ ചെയ്യണം അല്ലടാ, ഇവിടെ വെച്ച് ചെണ്ടയൊക്കെ അടിച്ച്. ഫാക്ടർ. ഞങ്ങൾക്ക് പ്രൊമോഷൻ ചെറിയ വർക്കൊക്കെ അപ്പൊ ഞങ്ങള് ഇവിടെയാണ് ചെയ്യണം. ഈ കനാല് കാണണം, കനാലിൽ വന്ന് കുളിക്കണം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്? നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് കൊതിയാവുന്നു എന്നൊക്കെ പറയാം. പലരും പറയാറുണ്ട്, കമന്റ് പറയാറുണ്ട്. അത് ആക്ച്വലി കറക്റ്റാ. നമ്മള് ഭയങ്കര ഇങ്ങോട്ട് വന്നതിന് ശേഷം വേറെ യൂണിവേഴ്സിൽ വന്നൊരു ഫീലാ. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ പറയാറുണ്ടല്ലേ. ആരെങ്കിലൊക്കെ വന്നിരുന്നോ കാണാൻ? ഇവിടെ അടുത്തുള്ളവരൊക്കെ രണ്ടുപേരും കുറച്ച് മുമ്പ് വന്നായിരുന്നു ഞങ്ങളുടെ ആരാധകരൊക്കെ വന്നു. ഓക്കെ. കനാൽ അന്വേഷിച്ച് വന്നെയാണോ നിങ്ങൾ അന്വേഷിച്ച് വന്നെയാണോ? നിങ്ങൾ കാരണമാണോ ഇപ്പൊ ഈ കനാല് കുറച്ചുകൂടി ഫേമസ് ആയതല്ലേ? ആരും അറിയാതെ ഒരു മലമൂട്ടി കിടക്കുന്ന കനാലായിരുന്നു, പക്ഷെ ഇവര് കാരണം ഇപ്പത്തെ ലോകമെമ്പാടും ഫേമസ് ആയി. ഈ കനാല് കുറെ ദൂരം വരെ ഉണ്ട്. അത് ഈ കനാൽ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞങ്ങള് വീഡിയോ ചെയ്ത പിന്നെ പുറം രാജ്യത്തുള്ളവരൊക്കെ ഈ കനാല് ഞങ്ങളിലൂടെ അറിയണം. എന്താ ഈ കനാലിന്റെ പേരെന്താ? പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളൊരു പേരിട് അല്ലേ? നിങ്ങൾ ഇത്രയും വൈറലാക്കിയ ഒരു കനാലിന് നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ നമ്മളൊരു പേരിടാൻ പോകും. വൈറൽ കനാൽ. അതെയുള്ള. ഓക്കെ, അങ്ങനെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പൊ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നിങ്ങളുടെ ഇൻട്രോ ആണ്. അതെ. എങ്ങനെയായിരുന്നു അത്? നമുക്ക് അതൊന്ന് കേട്ടാലോ? പിന്നെ കേക്കണ്ടേ? പറ. ഹലോ ഗായ്സ്, വാട്സ്ആപ്പ്. ഹലോ ഗായ്സ്, വാട്സ്ആപ്പ്. അടിപൊളി. ഞാൻ ഇത്രയും വെറൈറ്റി ഇൻട്രോ വേറെ എവിടെയും കേട്ടിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക്കലി വന്നതാണോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് നമുക്ക് കുറെ ഇൻട്രോ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട്? ഓട്ടോമാറ്റിക്കലി ഞാൻ എവിടെയോ കേട്ട ഒരു ഇത് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ സ്റ്റൈലാക്കി മാറ്റിയതാ. പിന്നെ ഞങ്ങൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നോണ്ട് പിന്നെ ഞങ്ങൾ ആ രീതി തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇൻട്രോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണ്ട് പിന്നെ ഞങ്ങളത് മാറ്റാതെ ഇരിക്കണം. ഞാൻ കുറെ കമന്റ്സ് ഉണ്ട്, നിങ്ങളുടെ ഇൻട്രോക്ക് ഫാൻസ്, നിങ്ങളുടെ കനാലിന് ഫാൻസ്, എന്തോരം ഫാൻസാ. എങ്ങനെ നിങ്ങൾ ഫാൻസിനെയൊക്കെ മാനേജ് ചെയ്യുന്നു? ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ആയി? 88,000 ആയിട്ടുണ്ടാവും. 88,000 ഫോളോവേഴ്സ് ആയി. ഓക്കെ, 1,00,000 അടിക്കാനായി. അടിപൊളി. ഈ എത്ര നാളായി നിങ്ങൾ ഈ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്തിട്ട്? അത് ഒരു വർഷം കഴിയണം. ഒരു വർഷം കഴിഞ്ഞ 2024 തുടങ്ങിയതാ. 24 തുടങ്ങി. ഒരു വർഷം കൊണ്ട് നിങ്ങൾ വൈറലായി. ഓക്കെ. അതിന് മുമ്പൊക്കെ ഞങ്ങൾ വൈറലായിരുന്നു. എങ്ങനെ വൈറലായി? പണ്ട് ഞങ്ങള് വീഡിയോ നേരത്തെ സൈക്കിളിലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ട്രിപ്പൊക്കെ പോവായിരുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോ ചുമ്മാ വീഡിയോ എടുക്കും, ചുമ്മാ ഒരു നേരം പോക്കിന് വീഡിയോ എടുക്കണം. പിന്നെ അത് വൈറലായി പോയിട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു. പക്ഷെ ഈയിടെ ആയിട്ടാണ് കൂടുതലും ഞങ്ങൾക്ക് വൈറലാവാനും ട്രോളുകളൊക്കെ കുറെ ഇറങ്ങാൻ തുടങ്ങി കനാലിൻ്റെ ഇത് വെച്ച്. നേരത്തെ കനാലിൻ്റെ ഇത് വെച്ച് വീഡിയോ ചെയ്യുമായിരുന്നു, എന്നാൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഫേമസ് ആയത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചത് ഏതൊരു വീഡിയോനെ കുറിച്ചിട്ടാ? കനാലിലെ വീഡിയോ. അതില് വേറെ സംശയമില്ല, ഒരു സംശയമില്ല. ഓക്കെ. കനാൽ അത്രയ്ക്ക് ഇഷ്ടമായി പോയോ? കനാലില് പിന്നെ നമ്മൾ ഈ ചൂട് കാലത്ത് ഈ കനാലില് വെള്ളം വരികയെന്ന് വെച്ചാൽ സമാധാനാണല്ലേ? സമാധാനം. ഓക്കെ. നിങ്ങളിപ്പോ ഇത്രയും വൈറലായ സ്ഥിതിക്ക് നിങ്ങളുടെ ഫാമിലിയുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? സപ്പോർട്ടാണോ? അതെ, വീട്ടിൽ നിന്നുള്ളവരൊക്കെ സപ്പോർട്ടാ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇല്ല, എല്ലാവരും സപ്പോർട്ടാ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഫ്രണ്ട്സ് ആണോ, ശരിക്കും സ്വന്തം ബ്രദേഴ്സ് ആണോ, അല്ലെങ്കിൽ കസിൻസ് ആണോ, അയൽക്കാരാണോ, ആരാണ് ശരിക്കും? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? കസിൻസ്. അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ് ഇവൻ, എൻ്റെ ചിറ്റയുടെ മോനാണ് ഇവൻ. പക്ഷെ പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം അനിയനെന്ന്. കാരണം ഞങ്ങളിങ്ങനെ വീഡിയോയിൽ ഞാനും ഇവനും അല്ലേ മെയിനായിട്ട് തന്നെ. അപ്പോൾ ആളുകളുടെ വിചാരം സ്വന്തം അനിയനാണ്. ഇപ്പോഴും ഞാൻ പറയും അനിയൻ വരണ്ട. അപ്പോൾ ആളുകൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരോടും ഞാൻ പറഞ്ഞു സ്വന്തം അനിയനല്ല, ചിറ്റയുടെ മകനാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള കസിൻസ് ഒക്കെ ചോദിക്കില്ലേ ഞങ്ങളെയും കൂടെ വീഡിയോയിൽ കയറ്റിക്കൂടെന്ന്? ഇല്ല, അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. ചോദിച്ചാ കയറ്റോ? ഉറപ്പായിട്ടും. ഓക്കെ. നിങ്ങള് വ്ളോഗ് മാത്രല്ലാതെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്, കുറെ വിഷ് വീഡിയോസ് ഒക്കെ ഇറക്കുന്നുണ്ട്. അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെണ്ടമേളം. അതൊക്കെ ആരുടെ ഐഡിയ ആണ്? അത് ഞങ്ങളോട് പണ്ടൊരാളിങ്ങനെ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതിങ്ങനെ ചെണ്ടയൊക്കെ അടിച്ച് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാനാ പറഞ്ഞു. അന്ന് ഞങ്ങളുടെ കയ്യിൽ ചെണ്ടയില്ലായിരുന്നു. നീ എന്നെ ബക്കറ്റിനകത്തിട്ട് കൊട്ടി. പിന്നെ എൻ്റെ കയ്യിൽ PP ഒന്നും ഇല്ലായിരുന്നു. ആ സെറ്റപ്പിലേക്ക് വന്നേ ഉള്ളായിരുന്നു. അത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു അതേപോലെ വേണമെന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് അതേപോലെ തന്നെ ചെയ്ത്. ഞങ്ങളുടെ കയ്യിൽ അപ്പോഴും ചെണ്ടയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയൊരു ചെണ്ട മേടിച്ച്, പിന്നെ PP മേടിച്ച്, പിന്നെ കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത്
വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആര് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്? ഞാൻ തന്നെ ചെയ്യണം. ചേട്ടൻ്റെ എഡിറ്റിംഗ് ഒക്കെ അറിയാം. എങ്ങനെ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ബർത്ത്ഡേ വിഷ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആൾക്കാർ മെസ്സേജ് ചെയ്താൽ മതി. ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി എനിക്ക്. എൻ്റെ അക്കൗണ്ടിലേക്ക്, അഭിലാഷ് പ്ലാവടി എന്നുള്ള അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ബ്രോ ബർത്ത്ഡേ വിഷസ് ചെയ്യണം, റേറ്റ് എത്രയാന്നൊക്കെ ചോദിക്കും. നമ്മൾ റേറ്റ് പറയും, എന്നിട്ട് അനുസരിച്ച് വീഡിയോ ചെയ്ത് കൊടുക്കും. ഫോട്ടോയൊക്കെ അവർ തരും, മെൻഷൻ ചെയ്യേണ്ട പ്രൊഫൈൽ ID അവർ തരും. അങ്ങനെ ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് കൊടുക്കും. എത്ര റേറ്റ് വരും? റേറ്റ് ഞങ്ങളുടെ നേരത്തെ റേറ്റ് 500 പിന്നെ ചെണ്ടയൊക്കെ അടിച്ചുള്ളതിന് ഞങ്ങൾ കുറച്ചുകൂടെ റേറ്റ് കൂട്ടി 1000 ആക്കി. പിന്നെ 1000 ഫോളോവേഴ്സ് കൂടുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂട്ടാൽ പലരും പറഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി റേറ്റ് കൂട്ടിക്കോളാൻ പറഞ്ഞായിരുന്നു. പിന്നെ ചെണ്ടയൊക്കെ അടിച്ചൊക്കെ ചെയ്യണമായതുകൊണ്ട് 1000 കുഴപ്പമില്ല, എന്നാലും പലരും പറഞ്ഞാൽ നിങ്ങൾ റേറ്റ് ഇച്ചിരി കൂട്ടാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ 2000 ആക്കി. പക്ഷെ 2000 എല്ലാവരും തരൂല. 2000 ആയതുകൊണ്ട് എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി ഒരുപോലെ അല്ലല്ലോ. അതുകൊണ്ട് നമുക്കപ്പോ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണിച്ചു തരുമോ? ഏത് വീഡിയോ? നിങ്ങൾ വിഷ് നിങ്ങൾ വിഷ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അടുത്ത മാസം ശരിക്കും എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഒരു വീഡിയോ ഇപ്പൊ ചെയ്ത് കാണിച്ചു തരുമോ? നിങ്ങളുടെ ആ സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണാനാ. ചെണ്ടയൊക്കെ കൊട്ടി PP ഒക്കെ അടിച്ച് ഞങ്ങക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി. കാണിച്ചു തരാം. അല്ലയോ ജനങ്ങളെ, കേൾക്കുവിൻ. ഏപ്രിൽ 4 പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അന്ന് അവളുടെ ദിവസമാണ്. ആരുടെയാണെന്ന് അറിയാമോ? സുന്ദരിയും സുമുഖയും ഏവർക്കും പ്രിയങ്കരിയും ആൺകുട്ടികളുടെ രോമാഞ്ചകഞ്ചകവും എല്ലാവരുടെയും ആരാധ്യ കഥാപാത്രവുമായ വെറൈറ്റി മീഡിയയുടെ ആങ്കറായ മസ്താനി ചേച്ചിയുടെ ദിവസം. അതേ സുഹൃത്തുക്കളെ, ആ ദിവസം ചേച്ചിയുടെ പിറന്നാൾ ദിവസമാണ്. ഏവരും ആഹ്ലാദിപ്പിൽ ആഘോഷിപ്പിൻ. അപ്പോൾ ഏപ്രിൽ 4 പിറന്നാൾ ആഘോഷിക്കുന്ന മസ്താനി ചേച്ചിക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മസ്താനി ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ ഗൈസ്, ഇപ്പോ നമ്മള് ലൈവായിട്ട് വീഡിയോ കാണിച്ചു തരാന്ന് പറഞ്ഞത് കൊണ്ട് വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്. നിങ്ങൾ കനാലിന്റെ സൈഡിൽ പോയിരുന്നിട്ട് പരിപ്പോട കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, എന്തൊക്കെയാ കഴിക്കുന്നേ. ഞങ്ങളാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ആദ്യം ഒരു പരിപ്പോട കനാലിന്റെ സൈഡിൽ പോയിരുന്ന് കഴിക്കാം. ഞങ്ങൾ അതൊന്ന് ലൈവായിട്ട് കാണട്ടെ. ഞങ്ങൾ വീഡിയോസിൽ മാത്രം, നിങ്ങൾ വീഡിയോസിലല്ലേ? അൺലക്കി പീപ്പിൾ, ഞങ്ങൾക്ക് നേരിട്ട് കാണാം. ഓക്കെ, നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ. ഹലോ ഗൈസ്, പരിപ്പോട. അപ്പൊ നമ്മള് കനാലിൽ ഇവിടെ നിന്ന് പരിപ്പോട തിന്നുകയാണ് ഗൈസ്. ഇതൊക്കെ ഒരു വൈബല്ല മച്ചാനല്ലേ? തിന്ന് 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 പതുക്കെ തിന്നാ മതി. നല്ല അടിപൊളി പരിപ്പോട. മോനെ കൊതി വരുന്നുണ്ടോ? ഇല്ല, നമ്മളെ വയറ് ചീത്തയാക്കും. മോനെ അടിപൊളി പരിപ്പോട. ജീവിതം അടിച്ചു പൊളിക്കുക. അപ്പൊ നിങ്ങളെല്ലാവരും മാക്സിമം ജീവിതം അടിച്ചു പൊളിക്കുക, പരിപ്പോട ഒന്ന് അടിച്ചു പൊളിക്കുക. ഓക്കെ ഗൈസ്. നമ്മളിപ്പോ കുറെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പല തരത്തിലുള്ള ട്രോൾസ് വരും. കുറെ കളിയാക്കി ട്രോൾസ് വരും, കുറച്ച് നല്ല ട്രോൾസ് ഒക്കെ വരും. പക്ഷെ നിങ്ങളുടെ ഞാൻ കണ്ട ട്രോൾസ് ഒക്കെ ഭയങ്കര നല്ല നല്ല ട്രോൾസാ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തതും ലൈക്ക് ചെയ്തതും ആയിട്ടുള്ള ഒരു ട്രോൾ ഉണ്ട്. ഈ ഒരു ട്രോളാണ്. ഞാനത് വായിക്കട്ടെ. ആക്ച്വലി ഞാൻ കാണാത്തവർക്ക് വേണ്ടി വായിച്ചുതരാം. നാട് മുഴുവൻ ലഹരിയും കൊലപാതകങ്ങളും അരങ്ങേറുമ്പോൾ കനാലിൽ വെള്ളം വരുന്നതും കാത്തിരുന്ന് അതിലിരുന്ന് ചിക്കൻ ബിരിയാണി കഴിച്ച് ഹാപ്പിയായി ജീവിക്കുന്ന ഒരു ഏട്ടനും അനിയനും. ഈ ഒരു ട്രോള് ഞാൻ കണ്ടു. എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ട്രോളാ. ശരിക്കും നമ്മുടെ ഇന്നത്തെ നിങ്ങളുടെ 2K കിഡ്സ് ആണോ? 2000 അങ്ങനെ പറയാം. കുറച്ച് നീങ്ങുന്നു. ഓക്കെ, ഇപ്പൊ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ചേട്ടൻ അനിയനെ കൊല്ലുന്നു, അനിയൻ ചേട്ടനെ കൊല്ലുന്നു, ഫാമിലീസിനെ കൊല്ലുന്നു. അങ്ങനെ കുറെ ന്യൂസ് കണ്ട് നമ്മളൊക്കെ ഇങ്ങനെ മനസ്സ് മടുത്തിരിക്കുന്ന സ്ഥലത്താണ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ വന്ന് ഞങ്ങൾക്ക് കുറച്ച് സമാധാനമൊക്കെ തരുന്നത്. എന്താ അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് ആളുകൾ അങ്ങനെ, ലോകം അങ്ങനെയാണല്ലോ ഇന്നത്തെ ലോകം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നുമല്ല ഞങ്ങളുടെ ലോകം. ഞങ്ങളുടെ ലോകം എന്ന് പറയുന്ന കനാല്, ക്രീം ബണ്ണ്, പരിപ്പോട,
ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും ചിന്തിക്കാറില്ല. അതെ, ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും വിഷമിക്കാറില്ല. വിഷമങ്ങളും ദുഃഖങ്ങളും വെച്ചോണ്ട് നമുക്ക് ഒന്നും നടക്കൂല. വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം കനാലിലെ വെള്ളത്തിൽ ഒഴുക്കി വിടും. അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങളെ പല ഇത്. ഞങ്ങൾക്ക് ഇപ്പോ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരും, ഞങ്ങളങ്ങ് ചാടും എന്നിട്ട് ആറാടും. നീന്താൻ അറിയാലേ? എനിക്ക് നീന്താനൊന്നും അറിയില്ല, എന്നാലും ചുമ്മാ കൈയും കാലൊക്കെ ഇട്ട് അടിക്കും. എന്താ ഇപ്പൊ ഇതിന് മാത്രം വിഷമങ്ങളൊക്കെ? വിഷമമൊന്നുമില്ല. അതാണ് വിഷമം. എന്നാലും എന്തെങ്കിലും വിഷമം കാണൂല്ലേ ജീവിതമാകുമ്പോ. അപ്പൊ നമ്മളെല്ലാം ഒന്നൊരു ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു സംഭവം? വിഷമമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എന്താ പറയാനില്ലേ, പറ. അതിപ്പോ ഞങ്ങളുടെ അവസ്ഥ വെച്ച് ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് എപ്പോഴും വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഞാൻ അങ്ങനെ കാര്യമാക്കാറില്ല. കാരണം ദൈവം ഒരു സമയമാകുമ്പോൾ വീടൊക്കെ തരുമെന്നൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. അതിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ വീടില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കണേ എന്തിനാ? വിഷമിച്ചോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. നമ്മളെപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കുക. അതെ, കനാലിലെ വെള്ളം പോലെ മുന്നോട്ട് ഒഴുകുക. ഇപ്പോ നിങ്ങള് ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഈ പരിപ്പ് വട ആണെങ്കിലും ബിരിയാണി ആണെങ്കിലൊക്കെ നിങ്ങളാണോ വാങ്ങുന്നത്? നിങ്ങൾക്ക് സ്പോൺസേഴ്സ് ഉണ്ടോ? സ്പോൺസർ ഈയിടെയായിട്ടുണ്ട്. ഞങ്ങള് അവര് പറയും, ഒരാള് പറഞ്ഞായിരുന്നു, ബ്രോ ഞാൻ കുറച്ച് പൈസ ഇട്ട് തരാം, ബിരിയാണി വാങ്ങിച്ചോളാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ പോയി. അല്ല, ഞാൻ ചിലപ്പോൾ കടയിൽ പോകാറില്ല. എനിക്ക് സമയം വരുവാണ്, പെട്ടെന്ന് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ബർത്ത്ഡേ വിഷസിൻ്റെയോ എഡിറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കും, കൂട്ടുകാരെയോ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരെ ഏൽപ്പിക്കും. അവർ കൊണ്ടുവന്ന് തരും. പിന്നെ ഓടിച്ചെന്ന് മേടിച്ചുകൊണ്ട് വരും പെട്ടെന്നാവുമ്പോഴേ. അങ്ങനെ കുറേ പേര് ബിരിയാണി പരിപ്പോട കഴിക്കാനുള്ള പൈസയൊക്കെ സ്പോൺസർ ചെയ്യാന്ന് പറയുന്നത്. അന്നേരം ഞാൻ അവരോട് പറഞ്ഞ എങ്ങനെയാണ് കഴിക്കാനുള്ളതൊക്കെ ആ സമയത്തേക്കുള്ള സുഖം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു വീടാണ് വേണ്ടതെന്ന്. പക്ഷെ ഭക്ഷണം കഴിക്കണമല്ലോ ജീവിക്കണമെങ്കിൽ. അതല്ലാതെ ദൂർത്തടിക്കുക, അതായത് ഒത്തിരി ബിരിയാണി, അതെന്തിനാ അങ്ങനെയൊക്കെ? ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു വീടാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം ഇങ്ങനെ കിട്ടണം, സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു നല്ല വീടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലവുകളൊക്കെ ഓരോ ദിവസവും കൂടുവാണ്. അതുകൊണ്ട് പറ്റണില്ല ഒരു നല്ല വീട് പണിയാനായിട്ട്. ഓക്കെ, എല്ലാ വീഡിയോസും നിങ്ങളുടെ വൈറലാണ്. എന്നാലും പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ മെയിൻ. ഇത് പറഞ്ഞിട്ടാണ് പലരും കളിയാക്കണത്. ഹലോ ഗായ്സ്, ക്രീം ബണ്ണും കട്ടൻ ചായയും. അപ്പൊ നമ്മളിത് ക്രീം ബണ്ണും കട്ടൻ ചായയാണ് കഴിക്കുന്നത്. ക്രീം ബണ്ണെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഗൈസ്. എന്നെ അത് പറഞ്ഞിട്ടാണ് പലരും കളിയാക്കുന്നത്. ക്രീം ബണ്ണ് നല്ല ചൂട് കട്ടൻ ചായ. ചില വൈകി പോയി 4 മണിക്കായിരുന്നു കുടിക്കേണ്ട, 5 മണി. ക്രീം ബണ്ണാണ് ഏറ്റവും ഇഷ്ടം. ക്രീം ബണ്ണ് ഞങ്ങൾ ആദ്യമേ വീഡിയോ ക്രീം ബണ്ണും കട്ടൻ ചായ ഒക്കെ കുടിച്ചു. അങ്ങനെയൊന്നുമില്ല, എന്നാലും ഇഷ്ടമാണ്. പിന്നെ അതാണ് കേറിപ്പോയത്. കുറെ പേര് പറഞ്ഞായിരുന്നു, കുറെ കമന്റ്സ് ഒക്കെ കണ്ടു, പെണ്ണിന് പകരം പണ്ണിനെ സ്നേഹിച്ചവന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? അതിനിപ്പോ ചില കമന്റ് ഒന്നും ഞങ്ങൾ വായിക്കാറില്ല. ഞങ്ങള് നെഗറ്റീവ് കമന്റ് വായിക്കാറില്ല. ഞങ്ങൾ ഇത് ഫണ്ണി കമന്റ് അല്ലേ? ചിലതൊക്കെ. പക്ഷെ ചിലതൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ലാത്ത കമന്റ് ഒക്കെ വരും. അങ്ങനെ വേദനിപ്പിച്ച എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? കുറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. 1-2 എണ്ണം പറയാവോ? ഇല്ല, അത് പറയാൻ പറ്റൂല. അല്ല, അതിപ്പോ പറയണ എന്നാ, ചിലര് ഇങ്ങനെ ഭീഷണിയായിട്ടൊക്കെ ഓരോന്ന് പറയും. ഭീഷണിയോ? നിങ്ങൾ വീഡിയോ നിർത്തിക്കോ, അല്ലെങ്കിൽ ശരിയാവൂല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങക്ക് ബോറടിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അവർക്ക് ബോറടിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ബ്ലോക്ക് ചെയ്യാൻ പറയും? ഞങ്ങൾ അങ്ങനെ പറയും. അല്ലെങ്കിൽ ഞങ്ങളോട് സ്നേഹമുള്ളവർ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഓ, മറ്റേ കമന്റ്സിൽ എന്തിനാണ് ഈ പാവപ്പെട്ട പിള്ളേരെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. ഹലോ ഗായ്സ്, ക്രീം ബണ്ണും കട്ടൻ ചായ. മോനെ, അപ്പൊ നമ്മളിത് കനാലിന്റെ സൈഡിൽ നിന്ന് ക്രീം ബണ്ണും കട്ടൻ ചായയും തിന്നുവാണ് ഗൈസ്. അതെ, നല്ല അസല് ക്രീം ബണ്ണ. മോനെ ഇല്ല, വേണ്ട, കഴിച്ചു. ക്രീം കുറച്ച് കുറവാണ്, എന്നാലും അടിപൊളിയാണ്. കനാലില് വെള്ളം കൂടെ അടിച്ച് പൊളിച്ചാലേ മോനെ പൊളി. കനാലിലെ കല്ലായിരുന്നു തിന്നായിരുന്നല്ലേ? മോനെ പൊളിച്ച് അടുക്കും.
കട്ടൻ ചായ നല്ല അടിപൊളി, നല്ല ഓ, ക്രീം. ഒരു രക്ഷയില്ല. ജീവിതം എല്ലാവരും ആസ്വദിക്കുക ഗൈസ്. ഓക്കെ ഓക്കെ ഗായ്സ്. ഓക്കെ ഗായ്സ്. ഹലോ guys. ക്രീം ബണ്ണും കട്ടൻ ചായ. മോനെ. അപ്പൊ നമ്മളിത് കനാലിന്റെ സൈഡിൽ നിന്ന് ക്രീം ബണ്ണും കട്ടൻ ചായയും തിന്നുവാണ് ഗൈസ്. അതെ, നല്ല അസല ക്രീം ബണ്ണ. മോനെ ഇല്ല വേണ്ട, കഴിച്ചു. ക്രീം കുറച്ച് കുറവാണ്, എന്നാലും അടിപൊളിയാണ്. കനാലില് വെള്ളം കൂടെ അടിച്ച് പൊളിച്ചാലേ എന്റെ മോനെ പൊളി. കനാലിന്റെ കല്ലായിരുന്നു തിന്നായിരുന്നല്ലേ? ആ മോനെ പൊളിച്ച് അടുക്കും. കട്ടൻ ചായ നല്ല അടിപൊളി, നല്ല ഓ, ക്രീം. ഒരു രക്ഷയില്ല. ജീവിതം എല്ലാവരും ആസ്വദിക്കുക ഗൈസ്. ഓക്കെ ഓക്കെ ഗായ്സ്. ഓക്കെ ഗായ്സ്. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ പൊതുവെ എന്താ ചെയ്യാറ്? ഡിലീറ്റ് ചെയ്ത് കളയോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കോ? ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കും തോറും നോക്കി പോകും. കാരണം അതെന്നാ അവരിട്ടേക്കണേന്നൊന്ന് അറിയാനായിട്ട്. പിന്നെ നോക്കി കഴിയുമ്പോഴും മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഇതായതുകൊണ്ട് പിന്നെ അത് സ്കിപ്പ് ചെയ്ത് കളയും. പിന്നെ നല്ലവര് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ്, നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് നിർത്തരുത്, നിങ്ങൾ തുടരണം, ഒരു നല്ലതല്ലേ നിങ്ങൾ എത്തും, അങ്ങനെയൊക്കെ. പിന്നെ സിനിമയിലൊക്കെ എത്തണം എന്നുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ ഇഷ്ടാണോ രണ്ടുപേർക്കും? ചെറുതായിട്ട്. ഓക്കെ. ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? എനിക്ക് സുരേഷ് ഗോപി. ആ, തനിക്ക് മോഹൻലാൽ. എന്താ സുരേഷ് ഗോപിനെ ഇഷ്ടപ്പെടാൻ റീസൺ? അത് ചെറുപ്പം മുതല് സുരേഷ് ഗോപിയുടെ സിനിമകളൊക്കെ കണ്ട്, അങ്ങനത്തെ ഒരു ആക്ഷൻ സിനിമകളൊക്കെ അല്ലേ അതൊക്കെ കണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ജീവനായിരുന്നു. ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? സുരേഷ് ഗോപിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ദി ടൈഗർ. ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ? ഡയലോഗ് അതിനകത്തുള്ള എല്ലാ ഡയലോഗും അറിയാം. ഒരു ഡയലോഗ് പറയോ? അല്ല, അത് അങ്ങനെ പറയാൻ അറിയില്ല, ഞാൻ പറഞ്ഞ ശരിയാവില്ല. ജസ്റ്റ് ഓർമ്മയുണ്ടോ? അത് മതി, എല്ലാരും പറയുന്ന ഡയലോഗാ. ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിലിങ്ങനെ ഒരുപാട് മുഖങ്ങൾ കയറിയിറങ്ങി പോയതല്ലേ, ചിലപ്പോൾ മറന്നു കാണും. 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അന്ന് ഞാൻ കണ്ണൂർ ASP ഓൺ പ്രബേഷൻ. അല്ല, എനിക്ക് ആ ഡയലോഗൊന്നും കൃത്യമായിട്ട് അറിയില്ല, ഇതൊക്കെ അറിയാവുള്ളൂ. കാക്കിയിട്ടവൻ അതിൻ്റെ കൈ ഓങ്ങിയാൽ തനിക്ക് നോവില്ല, കൂട്ടത്തിലുള്ള ഒരുത്തനെ ചങ്കിടിച്ച് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കണ്ടാൽ നിനക്ക് നോവില്ല, പക്ഷേ തൻ്റെ മുന്നിൽ വെച്ച് ഈ പൊരാടിമോൻ രോമത്തിൽ തൊട്ടാൽ തനിക്ക് നോവും അല്ലടാ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അടിപൊളി. പക്ഷെ മോഹൻലാലിന്റെ എന്തെങ്കിലും പറയിക്കണ്ടേ? സൂപ്പർ ആയിട്ട് ചെയ്തു. സുരേഷ് ഗോപി ഫാൻ ഇവിടെ പെർഫോം ചെയ്ത സ്ഥിതിക്ക് ലാലേട്ടൻ മോനെ എന്തെങ്കിലും എന്താ മോനെ ഷയ്യാണോ? പാടാ. ഇഷ്ടപ്പെട്ട പടം ഏതാ ലാലേട്ടന്റെ? ലാലേട്ടന്റെ എല്ലാ പടവും ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടപ്പെട്ട സ്ഫടികം. എന്നാ ഇഷ്ടമുള്ള ഒരു ഡയലോഗ് ഒന്ന് പെർഫോം ചെയ്ത് കാണട്ടെ. പൂക്കോയി പോലെ. ഇതൊക്കെ മാത്രമേ ഉള്ളൂ. എന്തോന്ന് അത് വേണ്ട, വേറെ പറയണം. നല്ലത് പറഞ്ഞാൽ മതി. ഇതെന്റെ പുത്തൻ ഡ്രൈവിംഗ് ക്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച നിന്റെ കാലിയാൻ മുട്ടി. ഞങ്ങൾക്കിത് ഇന്റർവ്യൂവിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപിയുടെ ഒക്കെ അനുകരിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. പാട്ട് പാടൂ? പാടോ? പാടാ. രണ്ടുപേരും പാടോ? അന്ന് പാട്. നമുക്ക് ലെവിന്റെ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് ലൈവായിട്ട് എല്ലാരും കേട്ടിട്ടുള്ള പാട്ടാ. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിന്നിഴലിടും, അമ്പിളി കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ, ആമക്കുബനെന്ന് നെഞ്ചത്ത് പറ്റിയില ചെല്ലവുമാ, താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കൊളുത്തുള്ളൊരാ ചേലത്തും വെറ്റിയില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂണ്ട് മാറിൻ
ചൂടിൽ ഉറങ്ങ് ഉറങ്ങ്. അടിപൊളി. എന്നാ നമുക്ക് ക്രീം ബൺ ഇനി ലൈവായിട്ട് കഴിക്കുന്നത് കാണാലോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ദാ ഇവരുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവർ ആക്ച്വലി വീടിന് സഹായിച്ചാൽ മതി എന്നുള്ള പോസ്റ്റ് ഇട്ടതിന്റെ റീസൺ അല്ലേ? അതെ. എങ്ങനത്തെ വീട് വേണമെന്ന് ആഗ്രഹം? ഭയങ്കര വലിയ വീട് വേണം. വലിയ വീടൊന്നും വേണമെന്നില്ല, അത്യാവശ്യം ഒരു നല്ല വീട് അത് മതി. വലിയ വീടൊന്നും വേണമെന്നില്ല. ഓക്കെ, നിങ്ങളിപ്പോ കുറെ കഥകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു അംബാസിഡർ കഥ എന്തോ പറഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കേട്ടു. അതെന്റെ കഥയാണ്. എന്താണ് ഈ കാറിന്റെ കഥ? അത് എൻ്റെ കഥയാണ്. എന്നാ കാർ ഓടിച്ചിട്ട് പറഞ്ഞു. അത് പണ്ട് ഞാൻ കുറച്ച് മിഠായിയാന്ന് കരുതി കുറച്ച് ഗുളിക വാരി തിന്ന്. അപ്പൊ എന്നിട്ട് ആശുപത്രിയിലേക്കൊക്കെ പോയി. 1.5 വയസ്സിലോ? അവിടുന്ന് അമ്മ പറയുന്നു 1.5 വയസ്സ്. 1.5 വയസ്സില്. അപ്പൊ അന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടി അംബാസിഡറാണ് ഞങ്ങൾക്ക് കിട്ടിയ വണ്ടി. അപ്പൊ അതിനകത്ത് പോയ ഓർമ്മകൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എന്തായിരുന്നു ഓർമ്മകൾ? എന്റെ ജീവൻ രക്ഷിച്ചൊരു വണ്ടിയാണിത്. എന്നുവെച്ചാ ഗുളിക കഴിച്ച അബോധാവസ്ഥയില് ഒക്കെ പോയപ്പോ ഈ വണ്ടിയിൽ വേഗം എത്തിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ വീഡിയോയിൽ കാണില്ലായിരുന്നു. അപ്പൊ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതെന്റെ ജീവൻ രക്ഷിച്ച ഒരു വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു മുത്താണ്. അതുകൊണ്ടാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. വലുതാകുമ്പോ അംബാസിഡർ വാങ്ങാൻ വല്ല ആഗ്രഹമുണ്ടോ? ആഗ്രഹം അന്നൊക്കെ അംബാസിഡർ കാണുമെന്ന് തന്നെ അറിയാൻ മേല. ഉണ്ടെങ്കിൽ വാങ്ങിക്കും. ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം നിങ്ങളുടെ. ഹലോ ഗായ്സ്, ഇത് അത്യാവശ്യം വൈറലായ വീഡിയോ. ഇന്ന് കനാലിൽ നിറച്ച് വെള്ളമുണ്ട്. നേരത്തെ കാലം കൊടുത്തു. അയ്യോ, പച്ചമാങ്ങ മേടിച്ചോ? ഇല്ല, മേടിച്ചില്ല. മേടിക്കണോ? മേടിക്കണ്ട, രസമില്ല. അപ്പൊ ഞങ്ങളിത് ചായക്കുള്ള കടി നമുക്ക്. അതെ, പേപ്പർ കൊണ്ട് ഞങ്ങള് വെള്ളം ഉണ്ടാക്കുവാണ്. ഏതാണ്ട് പരിപാടിയൊക്കെ ഇല്ലേ, അത് ഇവിടെ വെച്ചതില്ല. ഓക്കെ ഗായ്സ്, ഇതാണ് ആദ്യം വൈറലായ വീഡിയോ. ഇതാണ് ആദ്യം വൈറലായത്. ഇതാണ് പച്ചമാങ്ങ തിന്നാൻ പോയത്. കൂടുതൽ പേര് കണ്ടത് ഇതാ. കൂടുതൽ പേര് അല്ലാത്ത വീഡിയോ 2 മില്യൺ 2 മില്യൺ അതൊക്കെ അടിച്ചിട്ടുണ്ട്. 2.8 മില്യൺ ഒക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങള് വൈറലാക്കിയത്. പിന്നെ നിങ്ങൾ ഞങ്ങളെ തേടി വരാൻ കാരണം ഈ വീഡിയോ അല്ലേ? ഹലോ ഗായ്സ്, ഉപ്പ് കൂട്ടി പച്ചമാങ്ങ. യാ മോനെ. അപ്പൊ ദേ നമ്മള് പച്ചമാങ്ങ ഉപ്പ് കൂട്ടി തിന്നുവാണ്. മോനെ മുക്കിയിട്ട് ഞാൻ കഴിക്കണം. മുളക് പൊടി കൂടുതൽ എടുത്ത് പോയി. കനാലില് വെള്ളം വേണം മോനല്ലേ? പിന്നല്ല, ഇത് നമ്മളെ യൂണിവേഴ്സ് അല്ലേടാ. അതെ, മോനെ നല്ല അടിപൊളി മാങ്ങ. പുളി ഒരു രക്ഷയില്ല. അപ്പൊ ഓക്കെ ഗായ്സ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ കണ്ടു. അതിൽ ആൾക്കാർ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അറ്റംപ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ. കാണാം. ബിരിയാണിയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മളിത് കനാലിലെ വെള്ളത്തിരുന്ന് ബിരിയാണി കഴിക്കാണ്. ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ ഗൈസ്? അപ്പൊ നമുക്ക് ഈ ബിരിയാണി കഴിക്കാൻ ഒരാള്, ഞങ്ങളുടെ ഒരു ആരാധകൻ പൈസ സ്പോൺസർ ചെയ്താണ്. നല്ല അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ല ഗൈസ്, തീരെ ടേസ്റ്റ്. അടിപൊളി, അടിച്ചു പൊളിക്കും. മാക്സിമം ജീവിതം അടിച്ചു പൊളിക്കും. ഓക്കെ ഗൈസ്, ഇതും വൈറലായി അത്യാവശ്യം. ഇത് സ്പോൺസർ ചെയ്ത ബിരിയാണിയാണോ? ഗിഫ്റ്റ് ആണ്. അതെ. ഓക്കെ, നമ്മളിപ്പോ ബിരിയാണി വീഡിയോ കണ്ട സ്ഥിതിക്ക് നമുക്ക് കനാലിൽ പോയിട്ട് ബിരിയാണി കഴിക്കാം. പക്ഷെ ബിരിയാണി അല്ല, ഞങ്ങൾ മന്തിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് കുഴിമന്തി കഴിക്കരുത്. മന്തി ആദ്യമായിട്ടാണ് കഴിക്കണത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മന്തി. ഞങ്ങളിത് തിയേറ്ററും പോയിട്ടില്ല. അതെ, തിയേറ്ററിൽ പോയിട്ടില്ല ഇതുവരെ. തിയേറ്ററിൽ പോയിട്ടില്ല, മന്തി കഴിച്ചിട്ടില്ല, വേറെ എന്തൊക്കെ ചെയ്തിട്ടില്ല. ട്രെയിനിൽ കയറിയിട്ടില്ല. പിന്നെ വിമാനത്തിൽ പിന്നെ എല്ലാരും കേറണില്ലല്ലോ. ട്രെയിനിൽ കേറിയിട്ടില്ല. അങ്ങനെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോ? ട്രിപ്പൊക്കെ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പോകും. തൃശ്ശൂർ ഞങ്ങൾ പോയായിരുന്നു കഴിഞ്ഞ
പക്ഷെ കല്യാണം വന്നപ്പോൾ കോട്ടയത്ത് പോയായിരുന്നു. അങ്ങനെ അല്ലാതെ ഞങ്ങൾ ടൂറൊന്നും പോയിട്ടില്ല. അല്ലാണ്ട് നമ്മൾ ടൂർ ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ ഇല്ല ഇല്ല അങ്ങനെ മണാലി അവിടെ ഇവിടെ ഞാൻ കോളേജിൽ ആദ്യമായിട്ട് +2 വെച്ചാണ് ടൂർ പോയത്. ആദ്യമായിട്ട് എവിടെ പോയി? അത് ഊട്ടിയാന്ന് തോന്നുന്നു. അതെന്താ തിയേറ്ററിലൊന്നും പോവാത്ത? ഇഷ്ടമല്ലാത്തോണ്ടാണോ? ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ തോന്നാറുണ്ട് പോണെന്ന്. പക്ഷെ നമ്മൾ മൊബൈലിനകത്ത് എന്നെ സംബന്ധിച്ച് മൊബൈലിനകത്ത് കണ്ടാൽ എനിക്കത് ഇഷ്ടം. തിയേറ്ററിൽ പോകുന്ന ഇഷ്ടമല്ല. ഇല്ല. ഓക്കെ. ട്രിപ്പ് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു സ്ഥലം ഏതാ? എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സ്ഥലം കോഴിക്കോട്, അതുപോലെ കൊച്ചിയൊക്കെ പോയിട്ടുണ്ട്, എറണാകുളം പോയിട്ടുണ്ട്, കൊല്ലം, കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളില്ലേ, കായലും കടലും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകണമെന്ന് ആഗ്രഹം. കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് എവിടെ പോകാൻ ഇഷ്ടം? ഇന്ത്യക്ക് പുറത്ത് പോവുകയാണെങ്കിൽ റാസൽ കൈമേല പോകുള്ളൂ. കാരണം അവിടുന്ന് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആരാധകരുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ടീംസ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ബ്രോ നീ ഒരു ദിവസം റാസൽ കൈമ വരണം, നമുക്ക് അടിച്ചു പൊളിക്കാന്നൊക്കെ. അവിടെ ഉള്ള ഒരാൾക്ക് ഞാൻ ബർത്ത്ഡേ വീഡിയോ ചെയ്ത് കൊടുത്തായിരുന്നു. ഓക്കെ. പാസ്പോർട്ട് ഒക്കെ എടുത്തോ? ഇല്ല. പാസ്പോർട്ട് ഒക്കെ എടുക്കണം. അതെടുക്കണം. ഓക്കെ. അങ്ങനെ നമ്മൾ ഫൈനലി കുഴിമന്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അഭിലാഷ് പ്ലാവഴയുടെയും ലെവിന്റെയും സ്വന്തം കനാലിന്റെ ഉള്ളിലാണ് ഞങ്ങൾ. ഉള്ളിലാണ് ഗൈസ്. വെള്ളമില്ല, വെള്ളം തീർന്നു. വെള്ളം ഉണ്ടാകുന്ന പൊളിക്കുമായിരുന്നല്ലോ. അപ്പൊ ആദ്യമായിട്ട് മന്തി കഴിക്കാണ്. എന്തുകൊണ്ട് ഇത്ര നാളെ മന്തി കഴിച്ചില്ല? ഞങ്ങൾക്ക് ബിരിയാണിയാണ് ഫേവറേറ്റ്. കാരണം ഇതിനോട് ഇഷ്ടമില്ല. പിന്നെ പലരും പറഞ്ഞായിരുന്നു കുഴിമന്തി കഴിച്ച പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊക്കെ, അതുകൊണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കാം. അതങ്ങനെ ഒരിക്കൽ സംഭവിച്ചിരിക്കുകയാണ് അതെ ഗൈസ്. കുഴിമന്തി കഴിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ്, എനിക്കറിയില്ല എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്ന്. മോനെ ഇത് എടുത്ത് കുറച്ച് മയോണൈസ് എടുത്ത് കുറച്ച് കഴിച്ചു. സ്വപ്നത്തിലോ സ്വർഗത്തിലോ അതോ സ്വപ്നത്തിലോ, ഇതൊക്കെ ഫോണിൽ കൂടെ മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്റെ മോനെ ചിക്കൻ്റെ ടേസ്റ്റ് അല്ലേ? അടിപൊളി. മയോണൈസ് എന്ന് പറഞ്ഞ ഇതാണ് സംഭവം, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഗൈസ് വൈബ്. മോനെ മയോണൈസ് ആദ്യമായിട്ടാണ് കഴിക്കണേ? മയോണൈസ് ആദ്യമായിട്ട് കഴിക്കണേ? ഇതെല്ലാം ഞങ്ങൾ ആദ്യമായിട്ടാണ്. ചിക്കൻ കഴിച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് കണ്ടോണ്ട് പിടിച്ചിരിക്കാൻ തോന്നുന്നു? നോമ്പല്ലേ? കൊണ്ട് കുഴപ്പമില്ല. മോനെ നല്ല അടിപൊളി മന്തി. കടിക്ക്, കടിച്ച് മുറിക്ക്. മല്ല് പിടിച്ച് നിൽക്കുവാ. ആടാ ഇങ്ങോട്ട്. എങ്ങനെയുണ്ട് മന്തി? അടിപൊളി, ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നത്. ഇനിയിപ്പോ ഇത്രയും നാള് കഴിക്കാൻ വേണ്ടിയാ, ഇനി കഴിക്കാലോ അല്ലേ? അരമണിക്കൂറും കൂടെ നോക്കാം, എന്നിട്ട് പോരെ? നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോ കഴിക്കാലോ, ഒരു രക്ഷയില്ല. അത് വെറൈറ്റി മീഡിയയിലൂടെയാണ്. വെറൈറ്റി മീഡിയയിലൂടെ ഇവര് കാരണം ഞങ്ങൾ അതങ്ങനെ സാധിച്ചെടുത്തു ഗൈസ്. ഞങ്ങൾ അങ്ങനെയാ ഓരോരുത്തരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെന്ന് ചെയ്യാത്ത കാര്യങ്ങൾ കൊടുക്കുക. മോനെ പൊളി പൊളി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ വന്നേക്കുന്നത്. ഒരിക്കലും തെറ്റില്ല. ഇത് കത്തും പോലെ നമ്മള് എവിടെ നിന്നാ കഴിക്കുന്നത്? നമ്മുടെ സ്വന്തം കനാലില്. വെള്ളം ഇല്ലാത്തൊരു മിസ്സിങ് മാത്രം, അത് മാത്രമാണ് ഒരിത്. പക്ഷെ നമ്മൾ ഇറക്കും, നമ്മൾ പുതിയ വീഡിയോ അത് മന്തി വെച്ചിട്ട് ഇറക്കണം. മറ്റു ചങ്ങാടൊക്കെ അതൊക്കെ നമ്മൾ സെറ്റ് ആക്കും. ഇനി കാണാതിരിക്കുന്നത് പൂരാണ് ഗൈസ്.